അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടി നടത്തൂല. ദൈവം പറഞ്ഞു ഈ റോട്ടിൽ കൂടെ എന്നെ എടുത്തുകൊണ്ട് പോവാൻ. ഹായ്, ഞാൻ കിരൺ. ഞാൻ കുറച്ച് നേരത്തെ ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടു. ആദ്യം ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് റോഡാണ്, അതായത് തിരക്ക് കൂടിയ ഒരു സിറ്റിക്ക് നടുവിലുള്ള ഒരു റോഡ്. സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല ഈ വീഡിയോയിൽ. എന്തായാലും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഈ സ്ഥലം ഉള്ളതെന്ന് കാണുമ്പോൾ അറിയാമല്ലോ, മലയാളം സംസാരിക്കുന്നവിടെ. ഈ റോഡിന് നടുക്ക് നീളത്തിൽ ഒരു സൈഡിൽ പന്തൽ കെട്ടി വെച്ചിരിക്കുക. അത് പോലീസ് വന്ന് അഴിപ്പിക്കുന്ന ഈ വീഡിയോ ആണ് ഈ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ പന്തൽ അതുവരെ കെട്ടുന്നവരെ ആൾക്കാരും കണ്ടില്ലേ. അപ്പോൾ ഈ പന്തൽ കെട്ടാൻ വരുന്ന പണിക്കാർക്ക് ഒരു ബോധമില്ല, ഇത് റോഡാണ്, ഇവിടെ പന്തൽ കെട്ടാൻ പാടില്ല. ഏതൊരു സംഘടന ആയിക്കോട്ടെ, ഈ പരിപാടികൾ വല്ല ഗ്രൗണ്ടിലോ വല്ല ഓഡിറ്റോറിയത്തിലോ വെച്ച് നടത്തുന്നല്ലേ നല്ലത്. എന്തിന് ഈ റോട്ടിൽ കയറി പരിപാടി നടത്തുന്നത്? എത്ര ഓഡിറ്റോറിയവും ഗ്രൗണ്ടൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇത് കൊണ്ടുവന്ന് ഈ റോഡിൻ്റെ നടുക്ക് പന്തലും കെട്ടിയിട്ട് പരിപാടി നടത്തുന്നതിന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരിലും എല്ലാ മതക്കാരും ഈ ചെയ്യുന്ന പരിപാടിയാണിത്. അതായത് ഈ ബാക്കിയുള്ള ആൾക്കാർ, ഈ പരിപാടിയിൽ ബന്ധപ്പെടാത്ത കുറേ ആൾക്കാർ അവരുടെ തിരക്കും കൊണ്ട് ബൈക്കിലോ കാറിലോ മറ്റോ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോവായിരിക്കും. അപ്പോഴാണ് ഇവർ ഈ റോട്ടിൽ പന്തലും കെട്ടിയിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് നമ്മളൊന്ന് ഹോൺ അടിച്ചു കഴിഞ്ഞാലോ ഇവർക്ക് ദേഷ്യം വരും, ഇവരടിക്കാൻ വരും. ഇതാണ് പൊതുവേ കാണാറ്. ഞാനും അനുഭവിച്ചിട്ടുണ്ട് കുറേ. ചിലപ്പോൾ ആംബുലൻസൊക്കെ മണിക്കൂർ കണക്കിൽ ഈ ബ്ലോക്കിൽ പെടും. ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. ഇവർക്ക് ഇവരുടെ പരിപാടി മാത്രമാണ് മെയിൻ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഇത്രയും വലിയ തിരക്കൂടിയ റോട്ടിൽ പന്തൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ്. ഇതിനൊക്കെ എന്താ പറയേണ്ടത്? ഇതിന് പെർമിഷൻ ഉണ്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് പറയുന്നതൊക്കെ പെർമിഷൻ ഉണ്ടെന്ന്. ആർക്ക് പെർമിഷൻ കൊടുത്ത്? റോഡ് ആരുടെയാണ്? പൊതുമുതലാണ് റോഡ്. അവിടെ പെർമിഷൻ ആരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് പെർമിഷൻ എടുത്തത്? അത് കോർപ്പറേഷൻ്റെ സ്ഥലമാണെങ്കിൽ കോർപ്പറേഷനോ പോലീസിനോ റോട്ടിൽ പന്തലിടാനുള്ള പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം സുപ്രീം കോർട്ട് വിധിയുണ്ട്, റോട്ടിൽ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്താൻ പാടില്ല എന്ന്. ഈ ജാഥ നടത്തുകയാണെങ്കിൽ തന്നെ ഗതാഗതത്തിന് തടസ്സമില്ലാതെ ഫുട്പാത്തിലോ അല്ലെ റോഡ് അരികിലോ വെച്ച് നടത്തണമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതൊന്നും ആരും പാലിക്കാറില്ല. ഓക്കെ, എന്നാലും ഇങ്ങനത്തെയുള്ള കൺവെൻഷൻ വലിയ പരിപാടികൾ റോഡിൽ പന്തലിട്ട് ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം എന്ത് ഇവർക്കുന്ന്? റോഡ് എന്താ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. മറ്റേ ഓഡിറ്റോറിയം അല്ലെങ്കിൽ വല്ല ഗ്രൗണ്ടിലോ അതിൻ്റെ വാടക കൊടുക്കേണ്ടി വരും. അതാണ് ഈ റോട്ടിൽ ഇവർ കയറി നിൽക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും വലിയ പരിപാടി നടത്തുന്ന ആൾക്കാർ എന്തായാലും എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, കുറച്ച് വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും. അവർക്കിത് അറിയില്ല, ഈ റോഡിൽ ഇത് ചെയ്യാൻ പാടില്ല, അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുന്നു. എന്തായാലും ഈ കേരളത്തിലുള്ള മൊത്തം ആൾക്കാർ ഈ എല്ലാ പരിപാടിക്കൊന്നും വരില്ലല്ലോ. ഇത് ആകെ ഒരു 1000-2000 പേര് വരുന്ന പരിപാടിയല്ലേ. ബാക്കിയുള്ളവർക്കൊന്നും ഈ പരിപാടിയോട് യോജിപ്പുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവരെയും കൂടി എന്തിനാ നിങ്ങൾ ബുദ്ധിമുട്ടിക്കണത്? ഇതിപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നത് ഇത് ആരുടെ പരിപാടി, ഏത് സംഘടന നടത്തുന്ന പരിപാടി ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പൊതുവെ പറയാണ്, ഈ റോഡും ബ്ലോക്കാക്കിയിട്ട് മണിക്കൂർ കണക്കിന് ആംബുലൻസ്, മറ്റേ ആശുപത്രി പോകുന്ന ആൾക്കാർ, പണി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പണിക്ക് പോകുന്ന ആൾക്കാർ, എല്ലാവർക്കും ബുദ്ധിമുട്ട്. ചില ആൾ രാവിലെയാണ് പരിപാടിയെങ്കിൽ അന്നത്തെ ദിവസം പണി മുടങ്ങിയിട്ട് അവർക്ക് വരുമാനം ഇല്ലാണ്ടാവും. ഇവർക്കിവിടെ പരിപാടി നടത്തിയാൽ മതി, അവരുടെ കഷ്ടം ആർക്കും അറിയണ്ട. ചിലപ്പോൾ പറയുന്നുണ്ടാവും നമ്മൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ പാവപ്പെട്ടവരെ വീണ്ടും കഷ്ടത്തിലാക്കിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അടിപൊളി. ആരാണെങ്കിലും ഈ അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടി നടത്തൂല. ഞാനും കണ്ടിട്ടുണ്ട് കുറേ ദൈവത്തിനെ എടുത്തുകൊണ്ട് ഈ റോട്ടിൽ കൂടെ പോണത്. അതും അത് തന്നെയാണ്. മണിക്കൂർ കണക്കിനാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, മണിക്കൂർ കണക്കിന്. എന്താവശ്യത്തിന്? ദൈവം പറഞ്ഞു ഈ റോട്ടിൽ കൂടെ എന്നെ എടുത്തുകൊണ്ട് പോവാൻ. അത് ആ ഒരു എടുത്തുകൊണ്ട് പോകുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ള സാറ്റിസ്ഫാക്ഷൻ. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്.
ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് എന്തോന്ന് പരിപാടി, എന്തോന്ന് വിശ്വാസം, എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഈ കണ്ടപ്പോൾ പ്രതികരിച്ച് പോയെന്നേ ഉള്ളൂ, ഇത്രയും രൂക്ഷമായിട്ട്. ഓക്കെ, എന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.